ബൈജു, ഈ ഇപ്പോൾ നടക്കുന്ന പരിശോധനയുടെ രീതി എങ്ങനെയാണ്? അതായത് ഈ ശുചീകരണ തൊഴിലാളിയുണ്ട്, SIT ടീമുണ്ട്, ഇതിന് പുറമെ മണ്ണ് കുഴിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി എന്ത് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്? അവിടെ ഏതുതരം സ്കാനർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയൊക്കെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എന്ത് തരത്തിലുള്ള പരിശോധനയാണ്? അങ്ങനെയെങ്കിൽ മണ്ണിൻ്റെ അടിയിലേക്ക് മൂടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യമാണോ അവിടെ ഉള്ളത്? സഹിത്തെ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് JCB മറ്റും ഉപയോഗിച്ച് യന്ത്രം ഉപയോഗിച്ച് പരിശോധന അത്ര പ്രായോഗികമല്ല. കാരണം ഇത് പൂർണ്ണമായും വനത്തിനകത്താണ് ഈ ഒരു സ്ഥലമുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളെ ഉപയോഗിച്ച് വളരെ സാവധാനം തെളിവുകൾ നശിക്കാത്ത രീതിയിൽ മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നേത്രാവതി പുഴയോരത്താണ് ചെറിയ JCB കൊണ്ട് ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അത് ആളുകളെ ഉപയോഗിച്ച്, തൊഴിലാളികൾ ഉപയോഗിച്ച് കൃത്യമായി വളരെ തെളിവുകൾ നശിക്കാത്ത രീതിയിൽ, നഷ്ടപ്പെടാത്ത രീതിയിൽ അത് ഏകദേശം 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ 6ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ 2 അടി താഴ്ചയിൽ ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തലയില്ലാത്ത രീതിയിലുള്ള ഒരു അസ്ഥികൂടമാണ് ലഭിച്ചതെന്നാണ് നമുക്ക് വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഔദ്യോഗികമായ SITയുടെ ഭാഗത്തു നിന്നും ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാവുമോ? അതാണ് എനിക്ക് പലതരത്തിലുള്ള ഇത്തരത്തിൽ ബൈജു, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവാം. ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകുന്നുണ്ട് ചില വസ്തുക്കൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു പിടിക്കുന്നതായിട്ട്, ഒപ്പം തന്നെ കൂടുതൽ പ്ലാസ്റ്റിക് കവറൊക്കെ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൃത്യമായി അവിടെ നിന്നും കുഴിച്ചെടുത്ത ആ അവശിഷ്ടങ്ങൾ അത് പരിശോധനയ്ക്കും മറ്റും കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ നടത്തുന്നതെന്ന് നമുക്ക് കരുതാമല്ലേ? ആ ദൃശ്യങ്ങൾ ഏറെക്കുറെ അത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ബൈജു, സൈത, തീർച്ചയായും ഇത് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യമാണ്. ധർമ്മസ്ഥലയിലെ നേത്രാവതി പുഴയരികിലുള്ള ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തും തത്സമയം കാണുന്ന ദൃശ്യമാണ്. SIT ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ശേഖരിച്ച ഈ അസ്ഥികൂടം അത് പ്ലാസ്റ്റിക് കവറിലാക്കി അത് മാറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ തോതിൽ ഒഴുക്ക് ഈ ഒരു നേത്രാവതി പുഴ അനുഭവപ്പെടുന്നുണ്ട്. ഇതിന് നേരെ മറുകരയാണ് നമ്മളുള്ളത്. ആ ഭാഗത്തേക്ക് മാധ്യമങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ ഒന്നും തന്നെ പ്രവേശനമില്ല. അത്തരത്തിലുള്ള പരിശോധനയാണ് കൃത്യമായി നടക്കുന്നത്. മാത്രമല്ല, ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അവിടെ പോലീസ് കാവൽ ഈ 4 ദിവസവും 24 മണിക്കൂറും ആയുധമേന്തിയ പോലീസ് കാവൽ വരെ ഏർപ്പെടുത്തിയിരുന്നു. അത്രയും പഴുതടച്ച ഒരു പരിശോധന അല്ലെങ്കിൽ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇതാണ് തത്സമയ ദൃശ്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ആ വാർത്തയുടെ അതിന്റെ സ്ഥിരീകരണമാണ് നമ്മളിപ്പോൾ കാണുന്ന. നേർക്കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്ന. ഒരുപാട് അമ്മമാരുടെ, ഒരുപാട് സഹോദരിമാരുടെ കൂട്ടക്കരച്ചൽ മുഴങ്ങിയ ധർമ്മസ്ഥലയിൽ നിന്നുള്ള തെളിവുകൾ പുറത്തു വരുന്നു. അത് മണ്ണിൽ മൂടപ്പെട്ട് കിടന്ന ആ തെളിവുകൾ പുറത്തേക്ക് വരുന്നു. ശുചീകരണ തൊഴിലാളിയെ വെളിപ്പെടുത്തിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കെട്ടുകഥയെന്ന് പോലും ഒരു ഘട്ടത്തിൽ പല ആളുകളും ഇടപെട്ട ഒരു കാര്യം ഇപ്പോൾ ആ ദൃശ്യത്തിൽ വ്യക്തമാവുന്നത് ഒരു മാസ്ക് ധരിച്ച ഒരു റെയിൻ കവർ ഇട്ട ഒരാളെ കാണുന്നുണ്ട്. അത് തന്നെയാണോ ഈ ശുചീകരണ തൊഴിലാളി? അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാൻ വേണ്ടി മാസ്ക് ധരിപ്പിച്ച് ഒപ്പം നടത്തി അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് പരിശോധന നടക്കുന്നു, അതല്ലേ? അങ്ങനെയല്ലേ സാഹചര്യം? തീർച്ചയായും അതാണ് ആ ഏക ദൃക്സാക്ഷി. ഈ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകം സംബന്ധിച്ച് ഏക ദൃക്സാക്ഷിയുടെ ആ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഒരു തരത്തിലും വെളിപ്പെടുത്തരുതെന്ന് അദ്ദേഹം നിർബന്ധമുണ്ടായിരുന്നു. നേരത്തെ അത് പറഞ്ഞിരുന്നു. കോടതിയും ഇത് അംഗീകരിച്ചു. കോടതിയിൽ രഹസ്യമൊഴി നൽകുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത്, തന്റെ ജീവന് അപകടമുണ്ടാവും. അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളാണ് ആ കാണുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസവും ഇന്ന് 3ാം ദിവസമാണ് ഈ ഓരോ തെരച്ചിലും അദ്ദേഹത്തിന്റെ പൂർണ്ണമായ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ സ്ഥലത്ത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. മാസ്ക് ഇട്ട് കറുത്ത കോട്ട് ധരിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ആ ശുചീകരണ തൊഴിലാളിയെ നമുക്കിവിടെ കാണാം, ദൃശ്യങ്ങളിൽ കാണാം. SIT ഉദ്യോഗസ്ഥരെ കാണാം, ഫോറൻസിക് വിദഗ്ധരെ കാണാം, RDOയുടെ സാന്നിധ്യം കാണാം. കാരണം മണ്ണിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കണമെങ്കിൽ RDOന്റെ സാന്നിധ്യം വേണം. RDO ഉണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഇന്നലെ DGP എത്തിയ സ്ഥലമാണ് ഇതിന് തൊട്ടടുത്താണ് ഈ 5ാമത്തെ പോയിന്റ്. ഇന്നലെ DGP സന്ദർശിച്ച ഒരു സ്ഥലം കൂടിയാണിത്. എന്തായാലും ആ സ്ഥലത്താണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയിലെ ഈ ദൃശ്യം നമുക്ക് കാണുന്നത്. തത്സമയ ദൃശ്യമാണ്. അതായത് ഈ സ്ഥലം കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെ മുതൽ തെരച്ചിൽ നടത്തിയിരുന്നു. മണിക്കൂറുകളായിരിക്കുന്നു. 3 മണിക്കൂർ
ഇട്ടിരിക്കുന്നു ഈ സ്ഥലത്തെ പരിശോധന. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വസ്തു കണ്ടെത്തിയിരിക്കുന്നത്. അത് സൈത്തെ അത് പ്രധാനമായും നോക്കേണ്ടത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇയാളുടെ മനസ്സിൽ ആ തീക്കനൽ കെട്ടില്ല എന്നാണ്. അയാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു. അത് സൂചിപ്പിക്കുന്നത് സത്യമാണ്. കാരണം അദ്ദേഹം ആ സ്ഥലം ഇത്രയും വർഷം കഴിഞ്ഞ് ഇവിടെ നിന്നും പലായനം ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആ സ്ഥലം കൃത്യമായി അദ്ദേഹം ഓർത്തുവെച്ച് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും അവിടെ മാർക്ക് ചെയ്യുകയും അവിടെ തന്നെ പരിശോധന നടത്തുകയും അവിടെ ഒരു മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇനി എത്ര മൃതദേഹം ഈ മണ്ണിൽ ഈ പരിസരത്ത് 8-ലും 9-ലും 10-ലും ഒക്കെ ലഭിക്കാനുണ്ട്. കാരണം ആ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് ഇത്തരത്തിൽ വാഹനങ്ങളിൽ മൃതദേഹം എത്തിച്ച് ഇയാൾക്ക് നൽകും. അത് ഭീഷണിപ്പെടുത്തി അതിനെ തുടർന്ന് ഇയാൾ ഇവിടെ മറവ് ചെയ്യും. അങ്ങനെയായിരുന്നു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ 2 അടി താഴ്ചയിൽ നിന്നാണ് ഇത്തരത്തിൽ മൃതദേഹം കിട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഒരുപാട് മൃതദേഹങ്ങൾ ഇനി പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് ഇയാൾ ഇപ്പോഴും പറയുന്നത്. നേരത്തെ ആദ്യത്തെ പോയിന്റുകളിൽ ഈ പ്രശ്നമുണ്ടായിരുന്നത് അവിടെ വലിയ തോതിൽ നേത്രാവതി പുഴയുടെ തീരത്ത് നിർമ്മാണമൊക്കെ നടന്നതുകൊണ്ട് വലിയ തോതിൽ മണ്ണ് ആ പ്രദേശത്ത് മുകളിൽ വന്നതുകൊണ്ട് തന്നെ 8 അടി താഴ്ചയിൽ പോയപ്പോഴും നേരത്തെ 15 വർഷം മുമ്പുണ്ടായ ആ താഴ്ചയിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. അതേ അവസ്ഥയായിരുന്നു രണ്ടാമത്തെ പോയിന്റിൽ. പക്ഷേ 4-ലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും മരത്തിനകത്താണ്, നമുക്ക് കാണാൻ പോലും പറ്റാത്ത ഒരു സ്ഥലത്തായിരുന്നു അതുണ്ടായിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വളരെ പുഴയുടെ മറുകരയാണെങ്കിലും കൃത്യമായി നമുക്ക് അവിടുന്ന് കാണാൻ സാധിക്കുന്നു. അത് സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ കാണുന്നത്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അല്പസമയം ആ പ്ലാസ്റ്റിക് കവറിലേക്ക് ഇത്തരം സാധനങ്ങൾ മാറ്റുന്നത്. ഒരുപക്ഷെ ഇത്തരം വസ്തുക്കൾ ഇനി ഫോറൻസിക് പരിശോധന നടത്തേണ്ടതുണ്ട്. കോടതിയിൽ ഇത് വിവരം ധരിപ്പിക്കേണ്ടതുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് DGP ഇത് വിവരം ധരിപ്പിക്കേണ്ടതുണ്ട്. തുടർ നടപടിയെക്കുറിച്ച് ഇനി 8-ലാണ് വളരെ പ്രധാനമായ പരിശോധന നടക്കേണ്ടത്. അതിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്ന ഒരു വെളിപ്പെടുത്തൽ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒന്നിലധികം മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും അല്പസമയത്തിനകം ഉണ്ടാകും. ഊണ് പോലും കഴിക്കാൻ വിശ്രമം എടുക്കാതെ മണിക്കൂറുകളോളം നീണ്ട തുടർച്ചയായ പരിശോധനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ SITയുടെ ഭാഗത്ത് നിന്ന് കണ്ടത്. ഏതായാലും ഇതിൽ SIT കൃത്യമായ ദിശയോടെ പോകുന്നുവെന്ന് ആക്ഷൻ കമ്മിറ്റി നേരത്തെ സൂചിപ്പിച്ചത് സത്യം തെളിയിക്കുക മാതിരിയാണ് ഇപ്പോഴുള്ള കാഴ്ച. ആ രീതിയിലാണ് പരിശോധന. ഇതിലേതെങ്കിലും ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ അങ്ങനെ ദുരൂഹതകളോ ഈ അന്വേഷണത്തിലില്ല. പക്ഷേ ഇതിലിനി ഒരുപാട് സത്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഇതൊരു തുടക്കം മാത്രമായിരിക്കാം. ആ അസ്ഥികൾ ഇതിന്റെ സത്യം പറയുമോ? അനന്യ ഭട്ട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു നാട് കാണാനെത്തിയ ഒരു കുട്ടി, MBBS വിദ്യാർത്ഥിനി, അവരെ കാണാതായിട്ടുണ്ട്. അവരുടെ മൃതദേഹം ഇവിടെ ഉണ്ടെന്നാണ് ആ അമ്മ ഇപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്. ആ അമ്മയുടെ വാക്കുകൾ നമ്മുടെ ചെവികളിൽ ഇപ്പോഴും ഉണ്ട്. ഒരു അസ്ഥിയെങ്കിലും തരൂ, അന്ത്യകർമ്മം നടത്താനെന്നാണ്. ആ രീതിയിൽ ഒരുപാട് അമ്മമാർ, വിലപിക്കുന്ന അമ്മമാർ ഇവിടെയുണ്ട്. പുറത്തുനിന്നും വന്ന ആളുകളുണ്ട്, ഐഡന്റിഫൈ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അത്തരം ഒരുപാട് മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ടാകണം. എന്തായാലും പരിശോധന തുടരും. ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന ഇടങ്ങളിലെല്ലാം പരിശോധന തുടരുമെന്ന് തന്നെയാണ് SIT വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് നിർണായക ദിനമെന്ന് നമ്മൾ രാവിലെ തന്നെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. അത് അതേപോലെ സംഭവിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം നിർണായകം. 6-ാമത്തെ പോയിന്റിൽ നിന്നും ഇത്തരത്തിൽ സാക്ഷി ചൂണ്ടിക്കാട്ടിയ, ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ അതേ സ്ഥലത്ത് നിന്നും ഒരു മൃതദേഹാവശം കിട്ടുന്നു. 8-ൽ വളരെ പ്രധാനമാണ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും 8-ലെ പരിശോധന. ഇപ്പോൾ ഇവിടെ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട്. കാരണം പകുതി ഭാഗങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി താഴ്ച